അപ്പോൾ നമ്മുടെ ഇത് തുടങ്ങാൻ പോകാം നമ്മൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ റൂബിക്സ് ക്യൂബ് കയ്യിലുണ്ടല്ലോ. അപ്പോൾ അതിൽ നോക്കാം നമുക്ക് എപ്പോഴും ഒരു എഡ്ജ് സൈഡ്, ഒരു സെൻറ്റർ സൈഡ്, എഡ്ജ്, കോർണർ, അങ്ങനെ പറഞ്ഞൊരു സൈഡുകളുണ്ട്. നമ്മളത് പഠിച്ചു വയ്ക്കണം. ജസ്റ്റ് ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സെൻറ്റർ സൈഡ് ഉണ്ടല്ലോ, ഈ സെൻറ്റർ പീസ് എന്ന് പറയുന്നത് ഈ ഒരു പീസ് ഇതൊരിക്കലും മാറില്ല. നമ്മൾ എങ്ങനെ ഇട്ട് തിരിച്ചു കഴിഞ്ഞാലും അതങ്ങനെ തന്നെ അവിടെ കിടന്ന് അവിടെ തന്നെ കിടന്ന് കറങ്ങി അവിടെ തന്നെ നിൽക്കും. അവിടെ കിടന്നിട്ട് എങ്ങോട്ടും മാറില്ല. അപ്പോൾ ആ ഒരു സൈഡ് ഉണ്ട്. നമുക്ക് ആദ്യം ഇവിടെ വൈറ്റിൻ്റെ ഒരു പ്ലസ് വരുത്തണം. ആ വൈറ്റിൻ്റെ പ്ലസ് വരുത്താനായിട്ട് നമ്മൾ ഈ എഡ്ജ് പീസ് ഉണ്ടല്ലോ, ഈ എഡ്ജ് പീസ് വൈറ്റ് നമ്മൾ നേരെ താഴത്തേക്ക് പിടിക്കും. അപ്പോൾ നമ്മുടെ മുകളിൽ യെല്ലോ സൈഡ് ആയിരിക്കും. ഈ യെല്ലോൻ്റെ ഈ എഡ്ജ് സൈഡിൽ, ഈ എഡ്ജ് 1 2 3 4 ഈ 4 എഡ്ജ് സൈഡിൽ നമുക്ക് വൈറ്റ് കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിന് പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് അത് ഒന്ന് മനസ്സിലാക്കാത്തൊരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. വേറൊന്നുമില്ല, എവിടെ വൈറ്റ് ഇരിക്കണമെന്ന് നോക്കാം. ഈ എഡ്ജ് പീസുകളിൽ ഈ 2 സൈഡ് കൂടിയിട്ടുള്ളതാണ് എഡ്ജ് പീസ്. ഈ എഡ്ജ് പീസ് എവിടെ ഇരിക്കണമെന്ന് നോക്കാം. വൈറ്റ് ഉള്ള പീസ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വൈറ്റ് ഇവിടെ തന്നെ ഉണ്ട്, ഒരെണ്ണുണ്ട്. ഇതിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരണം. അതിനെന്താ ചെയ്യുക, ജസ്റ്റ് ഈ ഫ്രണ്ട് സൈഡ് നമ്മളിങ്ങനെ തിരിച്ചിട്ട് ഇതിനിങ്ങോട്ട് തിരിക്കും. അപ്പോൾ വൈറ്റിൻ്റെ യെല്ലോൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് ഈ വൈറ്റ് കിട്ടി ഇല്ലേ. ഇതേപോലെയാണ് ഓരോ സൈഡും നമ്മൾ വൈറ്റിനെ അങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. ഈ യെല്ലോൻ്റെ 4 സൈഡിലും വൈറ്റ് കൊണ്ടുവരണം. ബാക്കി എവിടെ വൈറ്റ് വന്നാലും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. യെല്ലോൻ്റെ എഡ്ജ് 4 പീസിൽ നമ്മൾ വൈറ്റ് കൊണ്ടുവരണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത പീസ് എവിടെയാണ് നോക്കുക, അവിടെ വൈറ്റ് എവിടെ നോക്കുക, അത് എവിടെ ഒരു വൈറ്റ് ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് കോമൺ സെൻസ് ആണ്. വെറുതെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ യെല്ലോൻ്റെ ഇപ്പുറത്തേക്ക് തന്നെ വന്നു. അതേപോലെ അത് എവിടെ ഇരിക്കേണ്ടി വരണം. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചു വെച്ചു. അപ്പോൾ നമുക്കത് അവിടെ വന്നു. ഇനി ഒരു പീസും കൂടി നമുക്ക് ഇവിടെ വൈറ്റ് വരുത്തേണ്ട ആവശ്യമുള്ളൂ. അത് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും അടിയിലാണ് ഇരിക്കുന്നത്, ഏറ്റവും അടിയിൽ. അതിന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇതിൻ്റെ നേരെ അടിയിൽ ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ അടിയിലത്തെ ഇങ്ങനെ തിരിച്ചിട്ട് ഇല്ലാത്ത പീസ്, അതായത് ഇവിടെ ആണല്ലോ ഇല്ലാത്ത, അപ്പോൾ അവിടെ പിടിക്കുക. എന്നിട്ട് നേരെ കണ്ട ഇതിൻ്റെ നേരെ ഇങ്ങനെ തിരിച്ച് വയ്ക്കുക മേപ്പട്ടേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുണ്ടായി, ഇവിടെ 4 എഡ്ജ് പീസിലും നമുക്ക് വൈറ്റ് കിട്ടി. ഈ വൈറ്റ് നോക്കണ്ട കേട്ടോ, ഇത് ഇങ്ങനെ ലക്കിൽ വരണതാണ്, നോക്കൊന്നും വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് യെല്ലോൻ്റെ എഡ്ജ് പീസ് ഇവിടെ എത്തിക്കണം. യെല്ലോൻ്റെ 4 എഡ്ജ് സൈഡിലും വൈറ്റ് എത്തിക്കണം. ഇതിനാണ് നമുക്ക് ആകെ കൂടി ചെയ്യേണ്ട ഒരൊറ്റ ഇക്വേഷൻ. അത് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ ഇല്ലാത്തൊരു പരിപാടി ഇതിന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അതായത് നമ്മളിപ്പോൾ അത് തിരിച്ച് 2 അങ്ങോട്ടൊക്കെ തിരിച്ച് അങ്ങോട്ടൊക്കെ ആക്കി എങ്ങനെയൊക്കെ തിരിച്ച് അങ്ങോട്ടൊക്കെ തിരിച്ച് അത് നോക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് യെല്ലോ സൈഡ് ഇവിടെ ഒന്നുകൂടി വന്നെടുക്കേണ്ടതുണ്ട്, നോക്കണ്ട. യെല്ലോ സൈഡ് മുകളിലേക്കായിട്ട് പിടിക്കുക. ഏറ്റവും നമ്മുടെ ഇങ്ങനെ ക്യൂബ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരെ മുകളിലേക്കായിട്ട് യെല്ലോ ഇരിക്കണം. എപ്പോഴും ശ്രദ്ധിക്കുക, യെല്ലോ മുകളിലേക്കായിട്ട് ഇരിക്കണം, വൈറ്റ് അടിയിലായിരിക്കും കേട്ടോ. അപ്പോൾ വൈറ്റിൻ്റെ അവിടെ പ്ലസ് വരത്തിലാണ് നമ്മുടെ ആദ്യത്തെ പണി. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഇക്വേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ബിഗിനർ വെർഷനാണ്. ഇത് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ യെല്ലോ മേപ്പട്ടിക്ക് പിടിച്ച് ഇവിടെ വൈറ്റ് വരുത്തുന്നതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് വൈറ്റ് ഇരിക്കുന്നത്. എഡ്ജ് സൈഡ്, ഈ എഡ്ജ് പീസുകളിൽ എവിടെയാണ്, ഈ കോർണർ സൈഡൊന്നും നോക്കണ്ട, എഡ്ജ് സൈഡിൽ എവിടെയാണോ വൈറ്റ് ഇരിക്കുന്നത് നോക്കാം. ഇവിടെ വൈറ്റ് ഇരിക്കുന്നുണ്ട്, ഓക്കെ അല്ല. അപ്പോൾ ഇവിടെ വൈറ്റ് ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് മേപ്പട്ടിക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോൻ്റെ ആ സൈഡിലേക്ക് വന്നു. ഇനി അടുത്ത പീസ് എവിടെയാണ് നോക്കാം. അടുത്ത പീസ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതിന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സംഭവമുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ തിരിക്കുക, അതായത് സൈഡിലേക്ക് കൊണ്ടുവരണം. അതിനിങ്ങനെ കൊണ്ടുവരാം, മേപ്പട്ടിക്ക് കൊണ്ടുവരാം കണ്ട. അപ്പോൾ ഈ വൈറ്റിൻ്റെ അവിടെ തന്നെ യെല്ലോൻ്റെ അവിടെ തന്നെ വൈറ്റ് വന്നു. ഇനി അടുത്ത പീസ് ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. അതിനെ നമുക്കിങ്ങനെ തിരിച്ചിട്ട് എവിടേക്കാണോ കണ്ട, ഇതൊക്കെ നമുക്കൊരു ഐഡിയ ആണ്. ഇതിന് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വന്നു ഇല്ലേ. അതേപോലെ തന്നെ ബാക്കിയുള്ള എവിടെയാണ് നോക്കാം. അപ്പോൾ ഏറ്റവും അടിയിലാണ് ഉള്ളത്. അതിനെ വെറുതെ ഇങ്ങനെ തിരിച്ചു വയ്ക്കുക, ജസ്റ്റ് ഒന്ന് തിരിച്ചു വയ്ക്കുക. ഇതിൻ്റെ അടിയിലുള്ളതല്ല, തിരിച്ചു വയ്ക്കുക. എന്നിട്ട് ഇത് മുകളിലേക്ക് കൊണ്ടുവരാം കണ്ട. അപ്പോൾ നമുക്കിങ്ങനെ യെല്ലോൻ്റെ ചുറ്റും വൈറ്റ് വരുത്തുന്ന പരിപാടിയാണിത്. ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മുടെ സ്വന്തം ഐഡിയ പ്രകാരം ചെയ്യേണ്ടതാണ്. അത്രേ ഉള്ളൂ, നിസ്സാര കാര്യമാണിത്. ഇനി ഇതിൽ അടുത്ത സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ നമ്മളിപ്പോൾ ഇവിടെ യെല്ലോൻ്റെ ചുറ്റും വൈറ്റ് വരുത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. ഈ എഡ്ജ് പീസിൻ്റെ സൈഡ് എടുക്കുക. അതിൻ്റെ സൈഡിൽ കളറിൽ നോക്കുക, ഏത് കളറ്. ഇപ്പോൾ ഇവിടെ കളർ പറയുന്നത് പച്ചയാണ്. അപ്പോൾ വൈറ്റിൻ്റെ അപ്പുറത്തുള്ളത് പച്ചയുടെ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യണം. ഇതെല്ലാം സെൻറ്റർ മാച്ചിങ് ആണ്. ഇപ്പോൾ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടത്, അതിന് ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഓക്കെ ഇത് മാച്ചായി.
മാച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇത് താഴേക്ക് തിരിക്കുക. ആ ഫ്രണ്ട് സൈഡ് എഫ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയുന്ന സാധനം താഴേക്ക് തിരിക്കുക. അപ്പോൾ നമുക്കിവിടെ വൈറ്റിൻ്റെ അടുത്തേക്ക് ഈ വൈറ്റ് വന്നു. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത പീസ് നോക്കുക. അവിടെ നോക്കുമ്പോൾ ഓൾറെഡി ഇപ്പോൾ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. വൈറ്റിൻ്റെ അപ്പുറത്തുള്ള കളർ ഏതാണെന്ന് നോക്കുക. അതിപ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കും. വൈറ്റിൻ്റെ അപ്പുറത്തുള്ള കളറ് ഓറഞ്ചാണ്. ഈ ഓറഞ്ചിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുക. അതിപ്പോൾ എങ്ങടെ തിരിച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ച് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ മാച്ചായി. ഓക്കെ, മാച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാക്കണം? നേരെ താഴോട്ട് തിരിക്കുക. കണ്ട, നേരെ താഴോട്ട് തിരിക്കുക. അത് കഴിഞ്ഞ് ഇനി അടുത്ത പീസ് നോക്കുക. ഓൾറെഡി സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതിനെയും താഴോട്ട് തിരിക്കുക. അത് കഴിഞ്ഞ് ഇനി അടുത്ത പീസ് നോക്കുക. അതും ഓൾറെഡി സെൻറ്ററുമായിട്ട് മാച്ചായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് തിരിക്കുക. ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വൈറ്റിൻ്റെ പ്ലസ് കിട്ടും. വൈറ്റിൻ്റെ പ്ലസ് കിട്ടും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയുക, ബിഗിനർ മെത്തേഡിലാണ്. ഇതല്ലാതെ തന്നെ നമുക്ക് വൈറ്റിൻ്റെ പ്ലസ് വരുത്താനുള്ള ഒരു ഇക്വേഷൻ ഞാൻ കാണിച്ചു തരാം. അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമ്മളൊക്കെ ഞാൻ തുടക്കത്തിലൊക്കെ ചെയ്തിരുന്നത് ഇതേപോലെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ യെല്ലോ നമുക്ക് മുകളിലേക്ക് കയറ്റി പിടിച്ചു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് ഇതിൻ്റെ വൈറ്റ് എവിടെയാണ് നോക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വയ്ക്കും. ഈ വൈറ്റ് നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന സൈഡ് നോക്കുന്നു. നമ്മൾ ഇത് നേരിട്ട് ചെയ്യുന്നതാണ്. യെല്ലോൻ്റെ അവിടെ ചെയ്യാതെ തന്നെ നേരിട്ട് ചെയ്യുന്നതാണ്. ഇത് വേണമെന്നില്ല, അത് ഓട്ടോമാറ്റിക് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് പഠിച്ചു വരും. വൈറ്റിന് നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന സൈഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ കളർ ഏതാണെന്ന് നോക്കാം. ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ സെൻറ്ററായിട്ട് ജസ്റ്റ് ഇവിടെ സെൻറ്റർ ഉണ്ട്, ഇത് ബ്ലൂ ആണ്. ഈ ബ്ലൂ ഇങ്ങനെ കൂട്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് അത് വരും. അതേപോലെ തന്നെ വൈറ്റിൻ്റെ ഇത് ഇവിടെ റെഡിൻ്റെ നോക്കുന്നു. റെഡിൻ്റെ അവിടെ തിരിച്ചു വെച്ചു. ഇതിങ്ങനെ തിരിച്ചു വെച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് എളുപ്പ വഴികളുണ്ട്. അത് ഇപ്പോൾ നോക്കണ്ട, ഇപ്പോൾ മനസ്സിലാവില്ല. പെട്ടെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈറ്റ് ഫേസ് ആയിരിക്കുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ സെൻറ്റർ പുറത്തുണ്ട്. അതിനങ്ങനെ തിരിച്ചു വെച്ചു. ഇതിനെ മേളിൽ തിരിച്ചു, അടിക്ക് തിരിച്ചു. ഇതപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഏറെക്കുറെ ശരിയായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നോക്കി നമുക്ക് മനസ്സിലാവില്ല. എന്നിരുന്നാലും ഞാൻ കാണിക്കുകയാണ്. ഇങ്ങനെയും ചെയ്യാം എന്ന് പറയുന്നതാണ്. ഒരു സൈഡും കൂടി തിരിച്ചു. ഇപ്പോൾ വേണ്ട, വൈറ്റിൻ്റെ പ്ലസ് ഒന്നുകൂടെ ഇങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ യെല്ലോൻ്റെ സൈഡിലുള്ള എഡ്ജ് പീസിലുള്ള വൈറ്റിൻ്റെ തൊട്ടടുത്തുള്ള സൈഡ്, അതായത് വൈറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണെന്ന് നോക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ആ എഡ്ജ് പീസുകളിൽ ഈ എഡ്ജ് പീസുകൾ കണ്ട, ഈ എഡ്ജ് പീസിൻ്റെ ഈ മുകളിലിരിക്കുന്ന പീസുകൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ വൈറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള കളർ ഏതാണെന്ന് നോക്കുക. അത് ഗ്രീനാണ്. അപ്പോൾ ഗ്രീനിൻ്റെ സെൻറ്ററുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യണം. ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ മാച്ചാക്കാം. ഇങ്ങനെ മാച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൈഡ്, ഇപ്പോൾ ഇതിനാണ് ഫ്രണ്ട് സൈഡ് എന്ന് പറയുക. ഈ ഫ്രണ്ട് സൈഡ് നേരെ താഴോട്ട് തിരിക്കുക. അപ്പോൾ അത് വൈറ്റ് അടിയിലേക്ക് എത്തി. മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പീസ് നമുക്ക് നോക്കാം. ജസ്റ്റ് നോക്കാം. അപ്പോൾ മുകളിലുള്ള വൈറ്റ് ഉണ്ട്. വൈറ്റിൻ്റെ ഇപ്പുറത്തുള്ള കളറ് അത് അവിടെ എന്താ പറയുക, ഓറഞ്ചാണ്. ഈ ഓറഞ്ച് സൈഡ് നമ്മൾ അതിൻ്റെ സെൻറ്റർ പീസുമായിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ മാച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. ഇവിടെ മാച്ചായി. കണ്ട, മാച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ താഴോട്ട് തിരിക്കുക. അപ്പോൾ അതും ഇവിടേക്ക് എത്തി. അത് കഴിഞ്ഞ് അടുത്ത പീസ് നോക്കുക. ഓൾറെഡി സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ നേരെ അടിയിലേക്ക് തിരിക്കുക. വേറെ ഒരു കളറും നോക്കേണ്ട ആവശ്യമില്ല. ആകെ ഇത് മാത്രം നോക്കണ്ടോ. ഇവിടെയും വൈറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള റെഡാണ്. റെഡിൻ്റെ സൈഡ് എഡ്ജ് പീസായിട്ട് സെൻറ്റർ മാച്ച് ചെയ്യുക. നേരെ താഴോട്ട് തിരിക്കുക. അപ്പോൾ കണ്ട, ഇപ്പോൾ അത് നമുക്ക് പ്ലസ് കിട്ടി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.